ഈ ആനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ളൊരു നൈറ്റി നമുക്കത് പുറത്തിരുന്നൊരു ടോപ്പാക്കി മാറ്റാനുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് ഈ നൈറ്റി ടോപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ളൊരു ടോപ്പ് ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഈ നൈറ്റിയുടെ ഉൾവശം ഇതുപോലെ എടുക്കണം. അപ്പോൾ നൈറ്റിയുടെ ഉൾവശം എടുത്തു. ഇനി ഇത് നേരെ ഇതുപോലെ ഉണ്ടാക്കി മടക്കിയിടണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് പ്ലീറ്റഡ് നൈറ്റി ആണെങ്കിലും കുഴപ്പമില്ല, അതും സെയിം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. താഴെ ഭാഗം ചെയ്യുമ്പോൾ ഇതുപോലെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഇട്ടിട്ട് അങ്ങോട്ട് മടക്കിയിടുക. പിന്നെ നമുക്കിത് ടോപ്പ് തയ്ക്കാൻ വേണ്ടി നമ്മൾ സ്ലിറ്റുള്ള ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പ് നമുക്ക് നൈറ്റി തുണിയോട് തയ്ക്കാൻ പറ്റില്ല. നൈറ്റി തുണിക്ക് വീതി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആ ടോപ്പ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും സ്ലിറ്റ് ഇട്ട് ടോപ്പ് തയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എൻ്റെ കറക്റ്റ് അളവിലുള്ളൊരു ടോപ്പ് ഇതുപോലെ എടുത്തു. ആ ടോപ്പും ഇതുപോലെ രണ്ടാക്കി മടക്കിയെടുത്തു. ഉൾവശമാണ് ടോപ്പിൻ്റെയും എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നൈറ്റിയുടെ മീതെ ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് അടിപ്പ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ കറക്റ്റ് ലെവൽ ഇതുപോലെ വെച്ചാൽ മതി. ഇല്ല നമുക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കയറ്റി ഇതുപോലെ വെക്കാം. ഞാനിപ്പോൾ അടിഭാഗം മടക്കി അടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കയറ്റി ഇതുപോലെ കറക്റ്റ് ലെവലിൽ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അളവ് ചുരിദാർ നൈറ്റിയുടെ മീതെ ഇട്ട ശേഷം നമുക്ക് ആദ്യം ഈ ചെസ്റ്റിൻ്റെ ഈ ലൈനാണ് വരക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വലി ചെസ്റ്റ് അളവ് ഇതാണ്, ഇത് ഷേപ്പാണ്, ഇത് സ്ലിറ്റ് ആണ്. അപ്പോൾ ആ സീം അലവൻസ് ഉൾപ്പെടെയുള്ള ഭാഗം ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി സ്ലിറ്റ് വരക്കാം. അപ്പോൾ സ്ലിറ്റ് വരക്കുവാനായിട്ട് കറക്റ്റ് ആ സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗമില്ലേ, ഇതാണ് സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗം. ഇവിടെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. 1 ഇഞ്ച് കറക്റ്റ് ഇതുപോലെ വിട്ടിട്ട് വേണം നമുക്ക് സ്ലിറ്റ് ഇതിൽ അടിച്ച് മറിക്കാനായിട്ട്. അപ്പോൾ 1 ഇഞ്ച് വിട്ടിട്ട് ഈ ഭാഗം കറക്റ്റ് ഇതുപോലെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്ലിറ്റിൻ്റെ താഴെ ഭാഗമില്ലേ, അവിടെയും കറക്റ്റ് 1 ഇഞ്ചിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഭാഗം നമുക്ക് അടിഭാഗം മടക്കിയടിക്കേണ്ട ഭാഗമാണ്. അതും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് ലൈൻ ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ഈ ടേപ്പ് വെച്ചിട്ട് തന്നെ ഇവിടെ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ഈ ഒരു അളവിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. സ്ലിറ്റാണ് ഈ വരക്കുന്നത്. സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ വരച്ചു. ഇത് സ്ലിറ്റ് മടക്കടിക്കേണ്ട സീം അലവൻസ് ആണ്. അതുപോലെ നമ്മൾ ഈ ഭാഗത്തൊക്കെ സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മളുടെ ഷേപ്പ് ഒക്കെ ഇതാണ്, ഇത് സീം അലവൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്കാണ് വരക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് നെക്ക് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഷോൾഡർ വരക്കുമ്പോൾ ആക്ച്വലി ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ വിടണം, ഷോൾഡർ കൂട്ടുവാനായിട്ട്. പിന്നെ ഇതാണ് നമ്മൾ നെക്ക് വിഡ്ത്ത്. ആ നെക്ക് വിഡ്ത്തിൻ്റെ തൊട്ടിപ്പുറത്തൊരു 1/4 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യണം. നമുക്ക് അവിടെയും സീം അലവൻസ് ആവശ്യമാണ്. ഇത് ബാക്ക് നെക്ക്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതാണ്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും വരച്ചു. നമുക്ക് ഇനി ഇത് കുറച്ച് ഇതുപോലെ മാറ്റി വെച്ചിട്ട് കറക്റ്റ് നെക്ക് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് ആദ്യമേ ഞാൻ ബാക്ക് നെക്ക് വരച്ചു. നെക്സ്റ്റ് ഇനി ഫ്രണ്ട് നെക്ക് വരക്കാം. ഇതുപോലെ ഫ്രണ്ട് നെക്കും വരച്ചു. നെക്സ്റ്റ് നമുക്ക് ഈ ആം ഹോളിൻ്റെ ഈ ലൈനാണ് വരക്കുവാൻ പോകുന്നത്. അപ്പോൾ ആം ഹോളിൽ ലൈൻ വരക്കുവാനായിട്ടും ഒരു 1/4 ഇഞ്ച് വിടണം. ഇത് നമ്മളുടെ ആക്ച്വലി ലൈനാണ്. അത് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒരു പോയിന്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 3 പോയിന്റ് കിട്ടി. അവ തമ്മിൽ ഇതുപോലെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ടോപ്പ് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് ആം ഹോളിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി സ്ലിറ്റാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. താഴെ ഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷനും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ താഴെ ഭാഗത്ത് അടിച്ചതിലും കുഴപ്പമില്ല, നമ്മുടെ നൈറ്റിൻ്റെ ഈ ഭാഗത്ത് താഴെ ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഈ പോർഷൻ വരുമ്പോൾ കറക്റ്റ് തുണി ഇതുപോലെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഇതാണെന്ന് അറിയാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്കിനിത് മാറ്റാം. അപ്പോൾ മാറ്റുവാൻ നേരത്ത് ഞാൻ ഈ സ്റ്റിച്ചിങ് ഒന്ന് ഇതുപോലെ വിടിയിപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വിടിയിപ്പിച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇതുപോലെ മാറ്റിയിട്ട് ഇതുപോലെ
ഒറ്റ പീസാക്കി. ഇതും ഇതിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇതിൽ ഞാൻ ഈ ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഇതിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് ഒന്നും കൂടി ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതാണ് ബാക്ക് നെക്ക്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ സ്ലീവ് നമ്മൾ നൈറ്റിയുടെ ഈ സ്ലീവ് തന്നെ ആയിരിക്കണം നമുക്ക് വെക്കേണ്ടത്. വേറെ തുണിയൊന്നും നമ്മുടെ കയ്യിലില്ല. ഇതാണ് നമ്മളുടെ ബാക്കി തുണി. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ സ്ലീവ് നമുക്കിനി ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്ലീവ് ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്ത് അതിൽ നിന്ന് തന്നെ മാറ്റിയെടുത്തു. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യമേ നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു തുണി കട്ട് ചെയ്തെടുത്തായിരുന്നു. ആ തുണിയുടെ നല്ല വശവും നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് 1/4 ഇഞ്ചിലാണ് നെക്ക് അടിക്കേണ്ടത്. അതിനുശേഷം ഈ തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലത്തെ ചെറിയ കട്ടിങ് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനൊന്നും ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ തുണിയുടെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാൻ പോവുകയാണ്. എന്നാൽ മാത്രമേ നെക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. ക്രോസ് ആയിട്ടുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് കൂട്ടിയെടുക്കാം. ബാക്ക് പീസാണ് ഇതുപോലെ നിവർത്തിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ മുകളിലൊന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം ക്രോസ് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് ഇത് ഒരു 1/4 ഇഞ്ചിലും കൂടെ അടിച്ചു കൊടുക്കണം. നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ വളച്ച് വേണം അടിക്കുവാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ക്രോസ് പീസിൻ്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാം. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് പീസാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ നല്ല വശം അതിൻ്റെ മീതെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെക്കുക. ഈ അറ്റത്ത് ഇതുപോലെ ഫ്രണ്ട് പീസ് വെച്ചതിന് ശേഷം ഈ ക്രോസ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒരു മടക്ക് വീണ്ടും ഒരു മടക്കും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീതിയില്ലാത്ത ക്രോസ് പീസ് ആണെങ്കിൽ ഒറ്റൊരു മടക്ക് മതി. അതിനുശേഷം 1/2 ഇഞ്ചിൽ ഇതുപോലെ ഷോൾഡർ കൂട്ടിയെടുക്കണം. ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. സെയിം ഇതേ മെത്തേഡിൽ ഇവിടെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ 2 ഷോൾഡറും കൂട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉൾവശം എടുക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗമില്ലേ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ക്രോസ് പീസ് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വരെ സ്റ്റിച്ചിങ് കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റ് മടക്കി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തത് സ്ലീവ് വെക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം കുറച്ച് ഇതുപോലെ ഒന്ന് മടക്കിയടിക്കുകയാണ്. അപ്പോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നൈറ്റിയിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി ഇറക്കം കൂടുതലാണ്. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ കൂടെ കയറ്റി ഒന്ന് അടിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ടോപ്പിൽ സ്ലീവ് ഇതുപോലെ വെക്കാം. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഈ സെൻറ്റർ ആയിരിക്കണം ഈ ഷോൾഡറിൻ്റെ ഈ സെൻറ്ററിൽ ഇതുപോലെ വെക്കേണ്ടത്. എന്നിട്ട് താഴത്തേക്ക് നമുക്കൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളിതുപോലെ വെക്കുമ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിലായിരിക്കണം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്ലീവ് വെക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ഈ വശം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ലീവ് ചെയ്തെടുത്തു. ഞാനിപ്പോൾ തൊട്ടിപ്പുറത്തുള്ള ഭാഗത്തും സെയിം മെത്തേഡിൽ തന്നെ സ്ലീവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ സ്ലീവ് വെച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ സ്ലീവ് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് സൈഡ് കൂട്ടുവാൻ പോവുകയാണ്. നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ 2 ഇഞ്ചാണ് സീം അലവൻസ് വിട്ടത്. 2 തുണിയും ഒരുപോലെ വെച്ചിട്ട് ഇതുപോലെ ആ ഷേപ്പൊക്കെ നമ്മൾ കറക്റ്റ് 2 ഇഞ്ച് തന്നെയാണ് ഈ ഭാഗത്തും സീം അലവൻസ് കൊടുത്തത്. ഇനി ഈ സ്ലിറ്റിൻ്റെ പോർഷൻ കണ്ടില്ലേ, ഇതുപോലെ 2 കട്ടിങ് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തായിരുന്നു. സ്ലിറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ കറക്റ്റ് 1 ഇഞ്ച് വിട്ട് നമുക്കിതുപോലെ ഈ ഭാഗത്ത് 1 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കാം. അപ്പോൾ സെയിം ഇതുപോലെ ഈ ഭാഗത്തും ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ഭാഗത്തും ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇതിൽ ലൈനിങ് ഒന്നും ഇല്ലല്ലോ, അതുമല്ല നല്ല സോഫ്റ്റ് കോട്ടനുമാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അപ്പോൾ ലൈനിങ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഞാനൊരു ട്രിക്ക് ഇതിന് വേണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയിട്ടൊന്ന് അത് കണ്ട് ചെയ്യണം. ആദ്യമേ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. നിർത്തി അതിനുശേഷം തുണി ഇതുപോലെ എടുത്തിട്ട് കറക്റ്റ് നമ്മൾ വിട്ടില്ലേ കെട്ടിട്ട് കൊടുത്താൽ ഈ ഭാഗത്ത് കൊണ്ടുവന്ന തുണി ഇതുപോലെ മടക്കി നിർത്തുക. എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ കാണിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്ലിറ്റ് കിട്ടും. നമ്മുടെ ഈ കെട്ടിട്ട ഈ ഭാഗത്തിന് ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. വീണ്ടും തുണി ഇതുപോലെ എടുക്കുക. രണ്ടാമത്തെ ഈ ഭാഗത്തെ സ്ലിറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി തുണി എടുക്കണം. എന്നിട്ട് ഒരു മടക്കും കൂടി ചെയ്ത് കൊടുക്കുക. കൈ വിടുക, വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ മടക്കിയെടുക്കണം. ഈ ഭാഗവും ഇതുപോലെ മടക്കിയെടുത്തു. എന്നിട്ട് ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച്, അതിന് ശേഷം ഇവിടെ വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തുക. നിർത്തിയിട്ട് ഈ ഭാഗം ഇതുപോലെ മടക്കി വീണ്ടും മടക്കുക. എന്നിട്ട് വേണം തുണി ഇതുപോലെ എടുക്കുവാനായിട്ട്. ഓക്കെ, ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം സൈഡിലൂടെ. എന്നിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. എന്നിട്ട് വീണ്ടും താഴത്തേക്ക്. സെയിം ഞാനിപ്പോൾ കാണിച്ച ഈ മെത്തേഡിലൂടെ നമുക്ക് ഈ ഭാഗത്തെ സ്ലിറ്റും ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ അടിഭാഗം മടക്കിയടിക്കണം. ഞാനിപ്പോൾ 2 ഭാഗത്തിൻ്റെയും അടിവശം ഇതുപോലെ മടക്കിയടിച്ചു. നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞു. ഇത് ബാക്കാണ്, ഇതാണ് ഫ്രണ്ട്. ഇപ്പോൾ ചുരിദാർ ഇടാത്ത ആൾക്കാർക്ക് ഇതുപോലെ പഴയ നൈറ്റി ഇടാത്ത ആൾക്കാർക്ക് ഇതുപോലത്തെ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വെട്ടി ഇതുപോലെ ചുരിദാറാക്കി ഇടാം. താങ്ക് യു.